പെൺകുട്ടി എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മനസ്സിൽ വരുന്ന ആദ്യത്തെ കാര്യം തന്നെ ഒരു ജുംക്ക ഇട്ട് സാരിയൊക്കെ എടുത്ത് അല്ലെ, മലയാളി പെൺകുട്ടി. ശരിക്കും സത്യം പറഞ്ഞാൽ ഇതൊന്നും മലയാളത്തിന്റെ കൾച്ചറിൽ നിന്ന് വന്നതല്ല എന്നുള്ളതൊരു ഹിഡൻ ഫാക്റ്റ് ആണ്. അതിലേക്ക് നമുക്ക് പോകണ്ട. എന്തായാലും ജുംക്ക ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇരിക്കുന്ന ട്രേ ഒക്കെ ഇത് ഞാനിപ്പോൾ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുമെന്ന് എനിക്കറിയില്ല. അത്രയും വെറൈറ്റീസ് കാണാനുണ്ട്. അടുത്തതിലേക്ക് പോകാം. ഇതെന്ന് പറയുമ്പോൾ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. വളരെ നമുക്കിപ്പോൾ കാതിലൊന്നും ഇട്ടാൽ വലിയ ഒരു ഭാരം തോന്നുമില്ല. അതിൽ തിന്നായിട്ട് ഇതൊക്കെ ഹാൻഡ് വർക്ക് ചെയ്യുന്നതാണ്. ഹാൻഡ് വർക്ക് ചെയ്ത് നിറച്ച് ചെറിയ കല്ലുകൾ വെച്ചിട്ട്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിലും ചെറിയ സൈസിലും ഉണ്ട്. ഈ ജിമുക്ക തന്നെ ഇതേ പാറ്റേൺ തന്നെ. അതിപ്പോൾ ഒരു വലിയ ഒരു കൊട പോലെ ഇപ്പോൾ നമ്മളൊരു ഡാൻസ് പ്രോഗ്രാമിന് വരെ ഉപയോഗിക്കാവുന്ന രീതിയിൽ വലിപ്പത്തിലുണ്ട്. പക്ഷേ വെയിറ്റ് കുറവായതുകൊണ്ട് കാതിന് വലിയ പ്രശ്നം വരില്ല. അങ്ങനെയുള്ളത് വരുന്നുണ്ട്. അത് ഇതിനും മജന്ത കളർ സ്റ്റോൺ വെച്ചുകൊണ്ട്, മജന്ത ആകുമ്പോൾ ഇത്രയും കൂടെ അട്രാക്റ്റീവ് ആയിരിക്കും. ബട്ട് വൈറ്റ് ആണെങ്കിൽ അത്ര എടുത്ത് കാണിക്കില്ല. ബട്ട് കാതിൽ കിടക്കുമ്പോൾ ലൈറ്റൊക്കെ അടിക്കുമ്പോൾ അത് തന്നെ അതും ഇതെല്ലാം ഇതിൻ്റെ എല്ലാ വലിപ്പവും ഉണ്ട്. ഒരു 10ഓളം സൈസിൽ സെയിം തന്നെ ചെറിയ പാറ്റേൺ ഡിഫറൻസിൽ കശവർക്ക് എന്നാണ് അതിന് പറയുന്നത്. നല്ല മൈന്യൂട്ടായിട്ടുള്ള വയറൊക്കെ പിരിച്ച് വെച്ചിട്ടുള്ള ചെറിയ ചെറിയ വയർ വർക്ക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ലൈറ്റാണ് കേട്ടോ. ശരിക്കും ഈ സ്റ്റാൻഡിൻ്റെ വെയിറ്റേ ഉള്ളൂ, അല്ലാതെ ഇയറിങ്ങിന് വെയിറ്റ് ഒന്നും അല്ല. ശരിക്കും നല്ലൊരു ഹെവി ആയിട്ട് ജുംക്ക എന്ന് പറയുമ്പോൾ കുഞ്ഞിത് നമുക്ക് റെഗുലർ യൂസിനും, എന്തെങ്കിലും ഒരു ജസ്റ്റ് ഒരു പ്ലെയിൻ സാരി ആണെങ്കിൽ പോലും ഇച്ചിരി വലിപ്പമുള്ള ജുംക്ക ഇട്ടാലേ ഭംഗി ഉണ്ടാവുള്ളൂ. പക്ഷേ ഇത് കണ്ടോ, ഈ ഒരു സാധനം വലിപ്പത്തിൽ ഇടുകയും ചെയ്യാം. നമുക്ക് വെയിറ്റ് പറയാൻ ലേഡീസിന് അറിയാം. കുറച്ച് വലിയ ഇയറിങ് ഇട്ടിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ചെവി വേദന തലവേദന ഇല്ലാത്ത വേദനകളൊന്നും. പക്ഷെ ആ പ്രശ്നം ഒന്നും ഇവിടെ ഒരു സീനേ അല്ല. എന്തായാലും ഒരുപാട് കളക്ഷൻസ് കണ്ടു. നിങ്ങൾ സ്ഥലം മറക്കരുത്. നമ്മുടെ സ്വന്തം പറക്കാട്ട് ജ്വല്ലറിയിൽ നിന്നിട്ടാണ് ഞാൻ ഈ വാചക കസരത്തൊക്കെ നടത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള 1-2 ഡിസൈൻസ് ഒക്കെ അതിനകത്ത് ഉണ്ട് എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഓടിപ്പോരെ, വെയിറ്റ് ചെയ്യണ്ട. നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻസ് ഒന്നും ആരും കൊണ്ടുപോകാതെ നോക്കണ്ടേ മക്കളെ. അപ്പോൾ ബൈ ബൈ, ഹാവ് എ നൈസ് ഡേ.